എല്ലാവർക്കും ഈ വേദിയിലേക്ക്, ഈ ഉദ്ഘാടന മാമാങ്കത്തിലേക്ക് സ്വാഗതം. തൊടുപുഴയുടെ ബഹുമാനായ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനായ സനീഷ് ജോർജ് അവർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയുടെ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ TC രാജു തരണിയിൽ, അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ഈ വാർഡിന്റെ കൗൺസിലർ ബിന്ദു പത്മകുമാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ KHRAയുടെ സെക്രട്ടറി ശ്രീ PK മോഹനൻ അവർ സ്റ്റേജിലേക്ക് കടന്ന് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ MN ബാബു KHFAയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. മർച്ചന്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എത്തിച്ചേർന്നിട്ടുണ്ട്. നവാസ്. സംസാരിക്കുന്നതിനായി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് അവരെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനായ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ വാർഡിൻ്റെ കൗൺസിലർ, എൻ്റെ സഹപ്രവർത്തക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബിന്ദു പത്മകുമാർ, മർച്ചൻ്റ് അസോസിയേഷൻ്റെ ആദരണീയനായ പ്രസിഡന്റ് രാജു തരണിയിൽ, സെക്രട്ടറി ബഹുമാനായ നവാസ്, KHFAയുടെ ഹോട്ടൽ അസോസിയേഷൻ എക്കാലത്തും തൊടുപുഴയിൽ നിറഞ്ഞു വയ്ക്കുന്ന ബഹുമാനായ ബാബുച്ചേട്ടൻ, ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും ബഹുമാനായ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിനായിരുന്നു അവരുടെ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ. നമുക്കറിയാം, തൊടുപുഴ നഗരത്തിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വീതിയാണ് റിവർ വ്യൂ റോഡ്. തൊടുപുഴ നഗരത്തിലെത്തുന്ന ആളുകൾ വരും കാലങ്ങളിൽ ഈ പാതയോരങ്ങളിൽ കൂടെ കിടക്കാതെ കടന്നു പോകാൻ സാധിക്കാത്തൊരു രീതിയിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തൊടുപുഴയിൽ ഇന്നില്ലാത്ത രീതിയിൽ മറ്റ് നഗരങ്ങളിലുണ്ടെങ്കിലും അതിൻ്റേതായ രീതിയിൽ വളരെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിനനുസൃതമായ ആളുകളുടെ ആവശ്യാനുസരണം ഇവിടെ മനസ്സിലെ സങ്കല്പങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണശാലയാണ് ഇവിടെ ഓൾഡ് മങ്ക് എന്ന പേരിൽ 4 ചെറുപ്പക്കാർ ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒട്ടനവധി ഹോട്ടലുകൾ തൊടുപുഴ നഗരത്തിൽ ഓരോ ദിവസവും വളർന്നു വരുന്നുണ്ട്. അസോസിയേഷൻ്റെ ആളുകൂടി അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിക്കും. നമുക്കറിയാം, മധ്യ കേരളത്തിൽ ഭക്ഷണ വിതരണ മേഖലയിൽ ഇത്രയും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള മറ്റൊരു നഗരമില്ല. കാരണം തൊടുപുഴയിലെ ഏതൊരു രീതിയിൽ ഭക്ഷണ രീതിയിൽ മറ്റൊരു നഗരത്തെ അപേക്ഷിച്ച് അതിനെക്കുറിച്ചൊരു മോശം പറയാൻ പറ്റാത്ത രീതിയിൽ രുചി വൈവിധ്യങ്ങളുടെ ഒരു സംവിധാനങ്ങളിലൂടെയാണ് നഗരം കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായ, ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ വന്ന് പറയാൻ സാധിച്ചു, അറേബ്യൻ ഫുഡുകൾ, നാടൻ ഭക്ഷണങ്ങൾ, വെജിറ്റേറിയൻ ഫുഡ്, മറ്റ് സംവിധാനങ്ങളെല്ലാം പല കോർണറുകളായിട്ട് തുടങ്ങി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് വിപണനം ചെയ്യും, ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നു. ഇതുപോലൊരു സംവിധാനം നമ്മുടെ നഗരത്തിൽ വേറെ തുടങ്ങിയിട്ടില്ല എന്നുള്ളത്.
തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വീതിക്ക് അല്ലെങ്കിൽ ഈ ഒരു ബൈപ്പാസിന് റിവർ വ്യൂ റോഡിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. വൈകുന്നേരങ്ങളിൽ ആളുകൾ സമയം ചെലവഴിക്കുവാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഇപ്പം നഗരത്തിൽ കണ്ടെത്തുന്ന ഒരു വലിയൊരു പാതയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പാതയോരങ്ങളിൽ മനോഹരമായ തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടും അതുപോലെ ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും നടപ്പാത ഒരുക്കുകയും ചെയ്യുന്ന പ്രോജക്റ്റുകളൊക്കെ ആരംഭിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ ഒപ്പം തന്നെ ആ കാര്യങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. PWDയുടെ ഒരു തീരുമാനപ്രകാരവും അതുപോലെ തന്നെ നമ്മുടെ ബാബുചേട്ടൻ്റെ ഹോട്ടലിൻ്റെ ഭാഗത്തായിട്ടൊരു റോഡിൻ്റെ വെൽമുഖമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളും പരിഹരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീരുന്ന മുറയ്ക്ക് റോഡ് തുറന്നു കൊടുത്ത് വളരെ സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാതയോരത്ത് വരുന്ന ജനങ്ങൾക്ക് പല രീതിയിൽ ജനറേഷനിൽപ്പെട്ട ആളുകൾ കൊണ്ടുവരുന്നത്, അപ്പോൾ അവർക്കൊക്കെല്ലാം വളരെ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇണങ്ങുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇന്ന് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൂടെ ഈ ചെറുപ്പക്കാരുടെ ആശയത്തിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ മുന്നോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ജഗദീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിനുണ്ടാകട്ടെ, വളരെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലൊരു വലിയ സംരംഭം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ സനീഷ് ജോർജ്, തൊഴിൽ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഊർജ്ജസ്വലയായ കൗൺസിലർ ബിന്ദു പത്മകുമാർ, എൻ്റെ സുഹൃത്ത് KHFയുടെ പ്രസിഡന്റ് MN ബാബു, സെക്രട്ടറി, അതുപോലെ തന്നെ അരുണും മറ്റ് എല്ലാവരുടെ പേരെനിക്കറിയില്ല, അരുണും സുഹൃത്തുക്കളും കൂടി തുടങ്ങിയ സംരംഭം, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പത്മഭൂഷണനെ പോലുള്ള വിശിഷ്ട വ്യക്തികൾ താഴെയുണ്ട്. ഏതായാലും ഇതുപോലൊരു സംരംഭം തൊടുപുഴയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഇതുപോലെ നമുക്ക് ഒരു കൺസെപ്റ്റിൽ ആളുകൾക്ക് വന്നിരിക്കാനും ഈ പുഴയോരത്ത് ഇതുപോലൊരു സംരംഭം തുടങ്ങിയ അരുണിന് ഞാൻ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കാരണം ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒത്തിരി ആളുകൾക്ക് മുതലാളിമാർക്കെല്ലാം ഈ റോഡിൽ സ്ഥലമുണ്ട്, എനിക്കും സ്ഥലമുണ്ട്, എൻ്റെ കട തൊട്ടടുത്താണ്. അപ്പം ഇതുപോലെ ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ദീർഘവീക്ഷണമുള്ള ആളാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇതിനകത്തുണ്ട്. ഏതായാലും ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് രാവിലെ 6 മണി മുതൽ ധാരാളം ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന റോഡാണ്. പല പ്രമുഖ പട്ടണങ്ങളിലെല്ലാം ചില റോഡുകൾ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു 8 മണി വരെ വണ്ടികൾ സഞ്ചരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഏതായാലും തൊടുപുഴയിൽ ഈ റോഡ് അതിനുവേണ്ടി മാറ്റിയെടുക്കാവുന്നതാണ്. ഒരു 6 മുതൽ 8 വരെ 2 മണിക്കൂർ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ആളുകൾക്ക് നടക്കാനും, അപ്പോൾ അവർക്കെല്ലാം നടന്നിട്ട് വരുമ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ ഒരു സൗകര്യമാണ്. അതും ചെയർമാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ധാരാളം കുട്ടികൾ വൈകുന്നേരങ്ങളിൽ ഇവിടെയെല്ലാം വന്നിരിക്കാറുണ്ട്. അവർക്കെല്ലാം ഇരിപ്പിടങ്ങൾ അതേതായാലും ചെയർമാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം എത്രയും പെട്ടെന്ന് ആരംഭിക്കട്ടെ, അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവർക്കെല്ലാം നല്ല വിജയങ്ങൾ നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വളരെ നന്ദി രാജുചേട്ടാ. അടുത്തതായി ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായ ശ്രീമതി ബിന്ദു പത്മകുമാർ അവർകളെ ക്ഷണിക്കുക. നമ്മുടെ ഈ സുദിനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അവർ, മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജുചേട്ടൻ, നമ്മുടെ ബാബുചേട്ടൻ, പ്രിയപ്പെട്ടവരെ, അരുണും കൂട്ടുകാരും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ റോഡിനെക്കുറിച്ചും ഒക്കെ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഉടനെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ നൽകുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ തൊടുപുഴ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, രുചി ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുകയും അത് വിളമ്പുകയും ചെയ്യുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ തൊടുപുഴ. ഏറ്റവും നല്ല വെള്ളം, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വായു ഒക്കെ കിട്ടുന്ന കേരളത്തിൻ്റെ തന്നെ ഏക നഗരമായി മാറിയിരിക്കുന്ന തൊടുപുഴ ഇങ്ങനെ രുചിയിടങ്ങൾ തേടി പോകുന്നവർക്കുള്ള ഒരു മനോഹരമായ ഹബ്ബായി മാറിയിരിക്കുകയാണ് നമ്മുടെ തൊടുപുഴ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ നന്നായ രീതിയിൽ നമ്മുടെ ഓൾഡ് മങ്ക് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനായിട്ട് പ്രവർത്തിച്ച അരുണും കൂട്ടുകാർക്കും അവരുടെ ഒരു ആശയത്തിൽ നിന്നാണ് എല്ലാവർക്കും അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ വിളമ്പുക എന്നുള്ളത്. അങ്ങനെ ഒരു സംരംഭമായി
കൂട്ടായിട്ടുള്ള ഒറ്റ സംരംഭമായിട്ട് തുടങ്ങുവാനായിട്ട് ആരംഭിച്ചിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അത്യധികം അഭിനന്ദനം നൽകുന്നു, അർഹിക്കുന്നു. അത് നല്ല രീതിയിലിവിടെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ അഭിവൃദ്ധി ഇതിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് KHFയുടെ പ്രസിഡന്റ് ശ്രീ MN ബാബു അവർകളെ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട തൊടുപുഴയുടെ നഗരപിതാവ് ശ്രീ സനീഷ് ജോർജ്, ഈ വാർഡിൻ്റെ കൗൺസിലർ ശ്രീ ബിന്ദു പത്മകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, ഇവിടെ ചെയർമാനും കൗൺസിലറുമെല്ലാം തൊടുപുഴയിലെ ഭക്ഷണ രുചിക്കൂട്ടിൻ്റെ പ്രാഗൽഭ്യം വളരെ നല്ല രീതിയിൽ തന്നെ പറയുകയുണ്ടായി. അതിൽ ഹോട്ടലുകാരുടെ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഏറ്റവും സന്തോഷിക്കുകയാണ്. ഇപ്പം നമുക്ക് പുതിയതായിട്ടുള്ള ഒരു വീക്ഷണത്തോടു കൂടി അരുണിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു ഈ പ്രത്യേകിച്ച് പുഴയോര പാതയ്ക്ക് യോജിച്ചത് തന്നെയാണ് ഈ വിഭാവനം. ആ കാര്യത്തിലൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇവിടെ നാൾക്ക് നാൾ നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പം തൊടുപുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ് ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖല. ആ വിതരണ മേഖലയിലേക്ക് ഒരു അംഗത്തെ കൂടെ അല്ലെങ്കിൽ ഒരു 5 പേരുടെ ഒരു പങ്കാളിത്തം കൂടെ എത്തുന്നതിൽ അഭിമാനിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൻ്റെ ചരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ലയൺസ് ക്ലബ്ബ്, JCI അങ്ങനെ തുടങ്ങിയ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, തൊടുപുഴയിൽ വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 5 അധ്യാപകർ കൂടി അവരുടെ ഒരു സംരംഭം ഇന്ന് തൊടുപുഴയ്ക്കായി അവർ സമർപ്പിക്കുകയാണ്. യോഗത്തിന് നന്ദി പറയുന്നതിനായിട്ട് ഡോക്ടർ അരുൺ KA ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട ഈ ക്ഷണം സ്വീകരിച്ചുവിടെ എത്തിയിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ചെയർമാൻ സനീഷ് സാറ് ഇത്രയും സിമ്പിളായിട്ടും അപ്രോച്ചബിളുമായിട്ടുള്ള ചെയർമാനും വാർഡ് മെമ്പേഴ്സും നമ്മുടെ ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ ആദ്യം സാറിനെ വിളിക്കാൻ നിന്നപ്പോൾ സാറ് സ്ഥലത്തില്ല, ട്രിവാൻഡ്രം പോയേക്കുവാണ്. അതെ, അപ്പോൾ സാറ് ഞാൻ വിളിച്ചു, സുഹൃത്ത് വഴി വിളിച്ചു, പിന്നെ സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞു ഞാൻ എത്തിക്കോളാം, 10:30 എത്തിക്കോളാം, വേറെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. പിറ്റേ ദിവസം ഞാൻ കാണാനായിട്ട് ഇരുന്നപ്പോൾ സാറ് കാന്തല്ലൂരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് നേരിട്ട് കണ്ട് ഇൻവൈറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പറഞ്ഞല്ലോ ഞാൻ 10:30 എത്തിക്കോളാം, അതിന് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെ സാറിനെ ഒന്നോടെ ഒന്ന് റിമൈൻഡ് ചെയ്തേക്കാൻ ഓർത്തുകൊണ്ട് വിളിച്ചപ്പോൾ സാർ ഞാൻ കോലാനിലുണ്ട്, 10:30 ഞാൻ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഫോർമാലിറ്റീസിനൊന്നും ആവശ്യമില്ല. ഇത്രയും അപ്രോച്ചബിളും സിമ്പിളുമായിട്ടുള്ളൊരു ചെയർമാൻ നമുക്ക് ഈ ടീമിൽ നമ്മൾ സുഗതം ചെയ്യണം. അപ്പം ഈ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ബിസി ഷെഡ്യൂളിനിടയ്ക്ക് ഇവിടെ വന്ന് നമ്മുടെ ചെയർമാനെ ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ എൻ്റെ ടീമിൻ്റെ പേരിൽ. അടുത്തായി ബിന്ദു ചേച്ചി ഞാൻ ജസ്റ്റ് ഫോണിൽ മാത്രം വിളിച്ചോളൂ. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ നേരിട്ട് വന്ന് കണ്ടോളാം. വേണ്ട, ഞാൻ ഇങ്ങ് എത്തിക്കോളാം, ഇനി വരേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങളുടെ തിരക്ക് കിടക്കട്ടെ. അതാണ് ബിന്ദു ചേച്ചി, എന്തിനും ഓടിയെത്തുന്ന നമ്മുടെ വാർഡ് കൗൺസിലർ. അപ്പോൾ ബിന്ദു ചേച്ചിക്ക് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി രാജേശ്വരൻ ഇവിടുന്ന് പോയി. രാജേശ്വരന് കോട്ടയത്ത് കല്യാണത്തിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ രാജേശ്വരൻ പറഞ്ഞു ഞാൻ നല്ല തിരക്കിലാണ്, എന്നാലും ഞാൻ എന്തായാലും ഇത് പങ്കെടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഓടിയെത്തിയ രാജേശ്വരൻ ഇവിടെ ഇപ്പം ഇങ്ങ് പോയി. എന്നാലും രാജേശ്വരൻ ഞങ്ങളുടെ ഈ ടീമിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. അടുത്തതായി നമ്മുടെ ബാബുശേട്ടൻ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ചോളൂ, പറഞ്ഞു ഇനി വേറെ ഫോർമാലിറ്റി മാറ്റാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട, ഞാനിങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ എന്താവശ്യത്തിനും ഞാൻ കൂടുതലുണ്ടാവും, നല്ല സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഭവിഷ്യത്തിനും ഞങ്ങളുടെ ഈ ടീമിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് എനിക്ക് വാക്കുകളുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന്. ഈ തിരക്കിനിടയ്ക്കും ഇത്രയും ഇന്നിപ്പം മഴ മാറി നിൽക്കുന്നുണ്ട്, അപ്പം മഴ നല്ല ചൂടാണ്. അപ്പം ഈ ഇത്രയും നേരം ഇവിടെ എത്തിച്ചേർന്ന ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ കുടുംബക്കാർക്കും ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ടീമിൻ്റെ അടുത്തും ഞങ്ങളുടെ ടീമിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും അവിടുന്ന് കിട്ടിയൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനം ഇവിടം വരെ എത്തിക്കാൻ പറ്റിയത്. കാരണം ഞങ്ങൾ കോളേജിൽ പഠിപ്പിക്കുവാണ്,
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കോളേജിലെ സ്റ്റാഫുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ കൊളീഗ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം തന്ന സപ്പോർട്ട് ഭയങ്കരമാണ്, ഞങ്ങളുടെ ഫാമിലി നീട്ടിയ സപ്പോർട്ട് ഭയങ്കരമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനം ഇവിടം വരെ എത്താൻ സാധിച്ചത്. അടുത്തതായി ഇവിടെ ഓരോ കൗണ്ടറും ഓപ്പൺ ചെയ്യുന്ന ആളുകൾ അവരെല്ലാം പറഞ്ഞു തൊടുപുഴയിലെ ഏറ്റവും ബെസ്റ്റ് ഭക്ഷണം ഞങ്ങളിവിടെ കൊടുക്കും, ഏറ്റവും ശുദ്ധമായി യാതൊരു കലർപ്പുമില്ലാതെ ഞങ്ങളിവിടെ കൊടുക്കും എന്ന് വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിശ്വാസം, അതാണ് ഞങ്ങളുടെ ഒരു ധൈര്യം. അപ്പം ഒന്നുകൂടി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, താങ്ക് യു. എല്ലാവർക്കും ടീയും സ്നാക്സും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം, എല്ലാവരും അത് കഴിക്കണം.